ഗോൾഡിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. അതൊരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഓൾറെഡി അവിടെ ടാപ്പ് ചെയ്തതിനു ശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ പ്രോപ്പറായിട്ടായില്ലെങ്കിലും അതിനുശേഷം അവിടെ നല്ല താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ നിന്നൊക്കെ ആളുകൾ ഡൗൺ സൈഡ് എടുത്തത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ഒരു ഡയറക്റ്റ് അഗ്രസീവായിട്ട് ഒരു ഡൗൺ സൈഡ് ട്രേഡ് എടുത്തിട്ടുണ്ട്. അത് ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി 1:1 മൂവ് ചെയ്തുകൊണ്ട് തന്നെ ആ എൻട്രി എടുത്ത ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ് 33.29 എന്നുള്ള ലിക്വിഡിറ്റി ഏരിയ എക്സാക്റ്റ് ടാപ്പ് ചെയ്ത സമയത്ത് ഒരു ആദ്യം റിവേഴ്സൽ കാണിച്ചു. റിവേഴ്സൽ കാണിച്ച സമയത്ത് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എടുത്ത എൻട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് എൻട്രി എടുത്തത്. ആ ഒരു ജസ്റ്റ് ഹൈ സ്വീപ്പ് ചെയ്ത സമയത്ത് തൊട്ട് തന്നെ അഗ്രസീവായിട്ട് എൻട്രി എടുത്തിട്ട് ആദ്യം ഞാൻ 1.5 പോയിന്റ്സ് SL അതായത് 3000 രൂപേൻ്റെ അടുത്ത് ലോസ് ആയെന്ന് വെച്ചത്. ഇപ്പോൾ 1:1 ഓൾറെഡി ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അഥവാ ലോസ് വരികയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ SL അവിടെ ഇനി നഷ്ടം വരില്ല ഈ ട്രേഡിൽ. കാരണം ഓൾറെഡി 1:1 ആയതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ട്രെയിലിംഗ് ഒന്നും ചെയ്യുന്നില്ല. ഇനി ടാർജറ്റ് ഓർ SL ഇത് രണ്ടിലൊന്നുള്ളൂ. ഓൾറെഡി ഇന്ന് നമ്മുടെ 3ാമത്തെ ട്രേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സ്കാൽപ്പിംഗ് പോലെ, അതായത് ഇത് പ്രോപ്പറായിട്ട് നമ്മൾ പെർഫെക്റ്റ് റൂളിൽ ഒന്നും വരില്ല. മാക്സിമം ഇങ്ങനെ ട്രെയിൽ ചെയ്യുന്ന രീതിയാണ് യൂസ് ചെയ്യുന്നത്. കാരണം മാക്സിമം ഒരു ദിവസം നമുക്ക് 2 ട്രേഡേ ഉള്ളൂ. 2 ട്രേഡും ഇന്നലത്തെ ടാർജറ്റ് അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ 3ാമത്തെ ഒരു ട്രേഡും കൂടെ അറ്റംപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വലിയ റിസ്ക് എടുക്കാനും വയ്യ. മാക്സിമം നമുക്ക് 1:1 ആയി കഴിഞ്ഞാൽ തന്നെ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ട് പിന്നീട് ടാർജറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് പ്രൈസിലേക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്യുക. ഓൾറെഡി നമ്മുടെ നമ്പർ ഓഫ് ട്രേഡ്സ് 2 കഴിഞ്ഞതുകൊണ്ട് തന്നെ അതാണ് പ്ലാന്. ഇപ്പോൾ 4000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഇവിടെ മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി ഗോൾഡിൽ നല്ല ബെയറിഷ് ആണ്. ഓരോ 50 മിനിറ്റ്സ് എടുക്കുമ്പോൾ താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡൗൺ സൈഡ് ട്രേഡിന് തന്നെയാണ് ഞാൻ കൺസിഡറേഷൻ കൊടുത്തത്. നോക്കാം, നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് വന്നാൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഇതിൽ പിന്നെ XNSൻ്റെ പുതിയ കുറേ ന്യൂസുകൾ ഉണ്ടായിരുന്നു. അതായത് XNS ഇനി പുതിയ യൂസേഴ്സിന് 11 ജൂലൈ മുതൽ പുതിയ യൂസേഴ്സിന് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അതായത് ലോഗിൻ മീൻസ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല XNSൽ ഇന്ത്യയിൽ. കാരണം അവരുടെ സെർവർ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി 11 ജൂലൈൻ്റെ ഉള്ളിൽ ആർക്കെങ്കിലും ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ XNSൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിന് ശേഷം അതിപ്പോൾ നിങ്ങൾക്ക് ലൈവ് ട്രേഡ് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. പിന്നീട് ഡെമോ ട്രേഡൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. ലൈവ് ട്രേഡ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. കാരണം 11 ജൂലൈക്ക് ശേഷം XNSലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറ്റുമായിരിക്കും. അവരുടെ എന്താ പറയുക, സെർവറിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ഒന്ന് സെർവർ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്തിൻ്റെ എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. ഇതുവരെയുള്ള യൂസേഴ്സിന് ഒരു കുഴപ്പമുണ്ടാവില്ല. അത് ഇതുവരെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വിഡ്രോവലിനോ ആഡിങ്ങിനോ ഫണ്ട് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡ് എടുക്കാനോ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇനി പുതിയ യൂസേഴ്സിന് പറ്റില്ല എന്നുള്ളൂ 11 ജൂലൈക്ക് ശേഷം. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ XNSൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ എന്താ പറയുക വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ചാനലിൽ. അത് വെച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഫോറക്സ് ട്രേഡും പിന്നെ ക്രിപ്റ്റോയിലൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ബ്രോക്കറേജും വളരെ കുറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമാണ്. നല്ല എക്സിക്യൂഷനാണ്. ഞാൻ അതുകൊണ്ടാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഓക്കെ, അപ്പോൾ ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചാൽ ഈ ട്രേഡിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ടാർജറ്റിൻ്റെ തൊട്ടടുത്തെത്തിൻ്റെ മാർക്കറ്റ് നല്ലൊരു മൊമെൻറ്റം കിട്ടിയില്ല. മാർക്കറ്റ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് ഓവറോൾ ഈ ട്രേഡിൽ 17,000 ആണ് ഇത് നമ്മുടെ ടാർജറ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് ക്ലോസ്ഡ് പൊസിഷനിലും ചെക്ക് ചെയ്ത് നോക്കാം. 17,000 പ്രോഫിറ്റ് ഉണ്ട്. നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്ത 3 ട്രേഡിലും പ്രോഫിറ്റാണ്. 16,000 കിട്ടി, ഒരു 7,000 സ്കാൽപ്പിങ്ങിൽ കിട്ടി, 17,000. ഇന്നത്തെ ദിവസം 3 ടാർജറ്റ്. എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയി 2-3 ദിവസം SL ദിവസം. SL ഉള്ള ദിവസം മാക്സിമം 2 ട്രേഡ് ചെയ്യുള്ളൂ, അതിൽ കൂടുതൽ ട്രേഡ് ചെയ്യില്ല. ഇതിപ്പം 2ഉം പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് 3ാമത്തെ ഒരു ട്രേഡ് കൂടെ അറ്റംപ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ മാക്സിമം ഒരു ദിവസം 2 ട്രേഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഡിസിപ്ലിനും വേണം. നമ്മൾ വെറും ട്രേഡിംഗ് സ്ട്രാറ്റജി മാത്രം പോരാ, പക്ക പെർഫെക്റ്റ് എൻട്രി ഏരിയ എത്തുമ്പോൾ എടുക്കാനും അതുപോലെ മാക്സിമം നമ്പർ ഓഫ് ട്രേഡ്സ് ഒക്കെ കൺട്രോൾ ചെയ്ത് ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.